തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന യുവതി മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണം ഉന്നയിച്ച എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷിനെതിരെ കേസെടുക്കാതെ ഒളിച്ചുകളിച്ച് പോലീസ്. IB ഉദ്യോഗസ്ഥർക്കെതിരെ നിർണായക തെളിവുകൾ യുവതിയുടെ കുടുംബം കൈമാറിയിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രം പോലീസിൽ നിന്നും ലഭിക്കുന്നത്. IB ഉദ്യോഗസ്ഥർ മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനായിട്ടില്ല. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവതി അവസാനമായി ഫോണിൽ വിളിച്ചതും സുഗാന്തിനെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 മിനിറ്റ് ഇരുവരും സംസാരിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. മേഘയുടെ കുടുംബം ആരോപിച്ചതുപോലെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പലപ്പോഴും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നതായും സ്ഥിരീകരണമുണ്ട്. മാർച്ച് 24-നാണ് പേട്ടെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായില്ലെന്ന് ആക്ഷേപം. ഒളിവിൽ കഴിയുന്ന IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുമെന്ന ആശങ്കയും ഉണ്ട്. അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നതെങ്കിലും സുഗാന്തിനെതിരെ കേസ് എടുക്കാത്തതിൽ അതൃപ്തിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ലഭിക്കും. ഇതിനുശേഷം DGPയെ നേരിൽ കണ്ട പരാതി കൊടുക്കുമെന്നാണ് കുടുംബം പറയുന്നത്. ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി IB ഉദ്യോഗസ്ഥയായ യുവതി ഗർഭഛിദ്രം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. യുവതിയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരവും ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിന് അറിയിച്ചത്. യുവതി ഗർഭഛിദ്രം നടത്തിയെന്നും കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ പോയി എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചത്. യുവതിയുടെ ബാഗിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പുകളും കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. സുഗാന്ത് യുവതിയെ ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്നും പണം തട്ടിയെടുത്തുവെന്നും പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. IB ഉദ്യോഗസ്ഥയും സുഗാന്തും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിച്ചു എന്നും പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നെന്നും യുവതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോയത്. ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നത് വരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു. കുറച്ചുകൂടി സമയം വേണമെന്ന് യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങി യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുമ്പിൽ ചാടുകയായിരുന്നു. ജീവനൊടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളയത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് യുവതി സുഗാന്തിനോട് സംസാരിച്ചു എന്ന് പോലീസ് പറയുന്നത്. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടുനിന്നത്. ഈ ഫോൺ വിളികൾ എന്തായിരിക്കുമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുഗാന്തുമായി യുവതി അടുപ്പത്തിലാകുന്നത്. സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നാലെയുള്ള 8 മാസ കാലയളവിൽ പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിരിക്കുന്നതും. സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകൾ വഹിക്കുന്നതിന് IB ഉദ്യോഗസ്ഥയായ യുവതിയായിരുന്നു. മകളുടെ മേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നുവെന്നും കുടുംബം പറയുന്നു. ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ യുവതി 1 വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലിക്ക് പ്രവേശിക്കുന്നത്.